നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. പരിക്കിൻ്റെ പിടിയിലാണ്, പക്ഷേ അതിനിടയിലും ഓസ്ട്രേലിയ T20 വേൾഡ് കപ്പിൽ കിടിലൻ തുടക്കമിട്ടിരിക്കുകയാണ്. പാറ്റ് കമിൻസും ജോഷ് ഹേസൽവുഡും ഒക്കെ പുറത്തായ സ്ക്വാഡിൽ നായകൻ മാർഷിനും പരിക്ക് പറ്റി. ഈ മത്സരം കളിക്കാൻ പറ്റിയില്ല. എന്നാൽ മികച്ച വിജയം തന്നെ, 67 റൺസിൻ്റെ മികച്ച വിജയം തന്നെ അവർ അയർലൻഡിന് മേൽ നേടിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റ് 182 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ അയർലൻഡ് 16.5 ഓവറുകളിൽ 115 റൺസിന് ഓൾ ഔട്ടായി. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനം മാർക്കസ് സ്റ്റോയിനിസ് 29 പന്തുകൾ 2 4ഉം 1 6ഉം അടക്കം അദ്ദേഹം 45 റൺസ് അടിച്ച് ടോപ്പ് സ്കോററായപ്പോൾ റൺഷോ 33 പന്തുകളിൽ നിന്ന് 37 റൺസ് അടിച്ചു. ജോഷ് ഇംഗ്ലീഷിൻ്റെ വെടിക്കെട്ട് തുടക്കമുണ്ടായിരുന്നു. 17 പന്തുകളിൽ നിന്ന് 6 4ഉം 1 6ഉം അടക്കം അദ്ദേഹത്തിൻ്റെ വക 37 റൺസ്. കാമറൂൺ ഗ്രീൻ 11 പന്തിൽ നിന്ന് 21 റൺസ് അടിച്ചപ്പോൾ മാക്സ്വെൽ 9 റൺസ് മാത്രമാണ് സംഭാവന ചെയ്തത്. ഒടുവിൽ കൂപ്പർ കനോലി 11 റൺസുമായിട്ടും സാബിർ ബാറ്റ്ലെറ്റ് 6 പന്തിൽ നിന്ന് 11 റൺസുമായിട്ടും പുറത്താകാതെ നിന്നു. അങ്ങനെ അവരുടെ സ്കോർ 182 റൺസ്. അയർലൻഡിൻ്റെ മറുപടി ആവട്ടെ വലിയ രൂപത്തിൽ പരാജയമായി പോയി. പോൾ സ്റ്റെറിങ് 1 റൺസുമായിട്ട് മടങ്ങി. അതുപോലെ റോസ് അഡേറുടെ സംഭാവന 12 റൺസ് മാത്രമായിരുന്നു. സൂപ്പർ താരം ടെക്ടർ ഡെക്കായിട്ട് മടങ്ങി. ടക്കർ 24 റൺസിന് പോയി. ക്യാംബർ 4 റൺസിന് മടങ്ങി. അതേസമയം ബെൻ കലിൻസിൻ്റെ സംഭാവനയാവട്ടെ വെറും 2 റൺസ് മാത്രമായിരുന്നു. ഡെലാനി 11 റൺസിന് മടങ്ങിയപ്പോൾ ഡോക്ടറിൽ മാത്രമാണ് അവരെ 100 കടത്താൻ സഹായിച്ചൊരു പ്രകടനം നടത്തിയത്. 29 പന്തിൽ നിന്ന് 3 4ഉം 2 6ഉം അടക്കം അദ്ദേഹം 41 റൺസ് അടിച്ചു. എന്നാൽ പിന്നാലെ മാർക്ക് അഡയർ 12 റൺസാണ് അടിച്ചത്. മെക്കാർത്തി 2 റൺസിന് മടങ്ങി. അങ്ങനെ അവർ വെറും 115 റൺസിന് ഓൾ ഔട്ടായി. ഓസ്ട്രേലിയ അവരുടെ സ്പിൻ ബൗളിങ്ങിൽ റിലേ ചെയ്യുന്നത് ആദ്യം സാംബയെ തന്നെയാണ്. അദ്ദേഹം 4 ഓവറിൽ 23 റൺസിന് 4 വിക്കറ്റ് എടുത്തപ്പോൾ പേസ് ബൗളർ നഥാൻ എല്ലിസ് 3.5 ഓവറുകളിൽ 12 റൺസിന് 4 വിക്കറ്റും വീഴ്ത്തി. ഏതായാലും കിടിലൻ വിജയത്തോടുകൂടി OCC T20 വേൾഡ് കപ്പിൽ അരങ്ങേറിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.